നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. ഉടവാളിരിക്കുന്ന നിലവറയിലെ ദീപം തെളിയണം. അത് ചെയ്തില്ലെങ്കിൽ തറവാട് മൊത്തം നശിക്കും. ആ ദേ വന്നല്ലോ മാളികപ്പുറത്തെ മൈഥിലി. നിനക്കെന്താടി തണുക്കുന്നുണ്ടോ? വല്ലാതെ വിറയ്ക്കുന്നു. കൃത്യസമയത്ത് തന്നെ നിലവറയില് ദീപം തെളിഞ്ഞു. ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? ഞങ്ങൾ ഇതെപ്പോഴേ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞെന്നോ? ആര് പറഞ്ഞറിഞ്ഞു? ആര് പറയണം? പറഞ്ഞ ആള് ഇവിടെ തന്നെയുണ്ട്. ദേ അയ്യോ, ഇതെന്തു പറ്റി? മൈഥിലി, അയ്യോ അമ്മേ, മൈഥിലി, ഇതെന്താ പറ്റിയ? ഭഗവാനെ കാത്തോളണേ. അവിടെ നീ രാത്രി തന്നെ പോണോ? പോയേ പറ്റൂ ശ്രീദേവി. ഐശ്വര്യസമ്പന്നമായ ഒരു തറവാട് നാശത്തിലേക്ക് പതിക്കുന്നത് നോക്കി നിന്ന് കാണാനാവില്ല. അല്ലെങ്കിൽ മന്ത്രവിദ്യ പഠിക്കരുതായിരുന്നു. ചെമ്പകമംഗലത്ത് സടകുടഞ്ഞുണരുന്ന ഉഗ്രമൂർത്തി ഏത് രൂപവും എടുക്കും. നോക്ക്, ഇന്ന് ചെമ്പകമംഗലത്തെ നിലവറയിൽ ദീപം തെളിഞ്ഞില്ല എങ്കിൽ ആ തറവാടിന്റെ അടിവേരിളകും. ഒരു വൻമരം കാറ്റിൽ കടപുഴകി വീഴും പോലെ ചെമ്പകമംഗലം തകർന്നടിയും. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. എന്റെ ദൈവമേ, എന്റെ തിരുമേനെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഇവൾക്കെന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല വലിയേട്ടാ. വെട്ടിയിട്ട ഏത്തവാഴ പോലെ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു തള്ളി വീഴായിരുന്നു. ആ വീഴ്ചൊരു ഇരിപ്പതാ. ഭാവിയിൽ ക്ഷയരോഗത്തിന് വരെ സാധ്യതയുണ്ട്. ചോര തുപ്പി ചാകാതിരുന്നാ മതി. എനിക്ക് തോന്നിയത് ഇതൊക്കെ ഇവളുടെ കള്ളക്കളിയാണെന്ന്. അത് ശരിയായിരിക്കും. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലുകുരു ഇവളാ. പക്ഷേ ആ വീഴ്ച ഒറിജിനലായിരുന്നു. ദേ അത് കറക്റ്റ്. ബോധമുള്ളവര് ബോധം കെട്ട് വീണ പോലെ അവള് വീണത്. ഇവളുടെ നെറ്റി മുഖമൊക്കെ വീർക്കുന്നുണ്ട്. മീനാക്ഷി, ആ ഫാനൊന്ന് സ്പീഡാക്ക്. കാർത്തി, എന്താ മുത്തശ്ശി? നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ? മാലതി, വല്യേട്ടാ, ഇവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്ക. അതല്ലേ പ്രാഥമിക ചികിത്സ. ഒരു റൗണ്ട് തളിച്ചതാ വല്യേട്ടാ. ആ, ഒരു റൗണ്ട് കൂടെ തളിക്കേ. മൈഥിലി, മൈഥിലി, കണ്ണു തുറക്കും മൈഥിലി. മൈഥിലി, എടി മൈഥിലി,
എടി മൈഥിലി, മൈഥിലി. ഡി, മറ്റുള്ളവരെ ഇട്ട് വട്ടം ചുറ്റിക്കാതെ കണ്ണ് തുറക്കടി. ഒന്നും കൂടി തളിക്ക്. ഇതെന്താ ഇവളെ കുളിപ്പിക്കാണോ? ഇവൾ ഉണർന്നു പോയ ഇതൊന്നും പറ്റില്ലല്ലോ. ഉം. മൈഥിലി, മൈഥിലി, മൈഥിലി. ഡേ, കാർത്തി, എന്റെ കാർത്തി, അയ്യടാ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ, പിന്നെയും കാറ്റ് പോയോ? അയ്യോ, ചുഴല് വല്ലതും ആണോ ഇത്? ഷോ, ഇതൊരു ശല്യമായല്ലോ. ജേട്ടാ, ഇവൾക്ക് വട്ടാ ജേട്ടാ. എല്ലാവരും അടുത്തുനിന്നാ അത് കൂടും. വാ, നമുക്ക് പോവാം. വാ ജേട്ടാ, നമുക്ക് പോവാന്നേ. മൈഥിലി, എടി മൈഥിലി. ഇവക്കിതെന്താ? അയ്യോ, എന്റെ മരണം എന്തായാലും നിലവറ അടച്ചതോടെ ഉറപ്പായി. പക്ഷേ മകരവിളക്ക് സമയത്ത് ഈ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ആപത്താ. സർവേശ്വരന്മാരെ, എന്റെ പരദൈവങ്ങളെ, മഹാദേവ, ധർമ്മശാസ്താവേ, ഈ വിളക്ക് തെളിയിക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ. അല്ല ദേവി, ആ മൈഥിലിക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടാ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല ചേട്ടാ. അവള് വെറും തട്ടിപ്പാ. അവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമയം എന്തിനാ നഷ്ടപ്പെടുത്തുന്ന? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.